ട്രംപ് കൊണ്ടുവന്ന US-8 അതായത് 90 ദിവസത്തേക്കുള്ള സസ്പെൻഷൻ ബംഗ്ലാദേശിൽ കയറിയേറ്റു. ഗവൺമെൻറ് ഭയങ്കര പാർട്ടിയായി. ഏകദേശം 4000 മുതൽ 5000 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പലരെയും പോലീസ് വീടുകൾ തോറും റെയ്ഡ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്യുക. ജമാഅത്ത് ഇസ്ലാമിയുടെ പല നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പല വീട്ടു തഫനിലാക്കി. സീനിയറായിട്ടുള്ള നേതാക്കൾ. അതേപോലെ ആ അറസ്റ്റിനെതിരെ ഇവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ക്രാക്ക് ഡൗൺ അതിനെതിരെ അവിടെ പ്രകടനം നടത്താൻ പോലീസ് ഇറങ്ങി, പോലീസ് പട്ടാളം ഇറങ്ങി അടിച്ചു. എന്നിട്ട് അവിടെ മീഡിയയോട് അത്ര വ്യക്തമായിട്ട് ഗവൺമെൻറ് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യരുത്. കാരണം സംഭവം കയ്യിൽ നിന്ന് പോയ ടീമാണ്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ ഗവൺമെൻറ്റിന് പോലും അവിടുത്തെ ജോലിക്കാർക്കും പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണം കാണില്ല. സീരിയസ് ആയി സംഭവം. എന്നിട്ടിപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ അതിന് സോഷ്യൽ മീഡിയ ഈ വെസ്റ്റ് ബംഗാളിലും വരുന്നുണ്ട്. അവിടെയുള്ള ഹിന്ദുക്കളെ ഇവർ പോയി കണ്ടുപിടിച്ച് അവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ ജനങ്ങളെല്ലാം കൂടി അവർ വീട് വൃത്തിയായി കൊടുക്കുക. അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുക. അവിടെ ഒരു പ്രശ്നം. എന്നിട്ട് അവരെ കൊണ്ട് വീഡിയോ ഒരുപ്പിക്കുകയാണ്. ഞങ്ങളെ ആരും അറ്റാക്ക് ചെയ്ത് അവർ മാറി താമസിക്കാൻ പോയതാണ്. ഗവൺമെൻറ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എത്ര പേരെയാണ് ഇവർ അഴിച്ചുകൊണ്ട് എത്ര പേരുടെ വീടുകളാണ് എടുത്ത് സ്ഥലങ്ങളെല്ലാവർക്കും തിരിച്ചു കൊടുത്തു. ഒരാളെ പോയെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയോട് അവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ അവിടെ നിന്നുള്ള ഇൻസൈഡ് ഇൻഫർമേഷനാണ്. അത് ഇനിയും 2 ദിവസം കഴിയുമ്പോൾ അത് ബംഗാളിലെ പത്രങ്ങളിൽ പോലും അവിടെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അനാവശ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് നശിപ്പിക്കരുത്. അതായത് TMC ഗവൺമെൻറ് അവിടുത്തെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ മാറ്റക്കാണ് നടക്കുന്നത്. കാരണം ഈ അവിടുന്ന് ഹിന്ദുക്കളും അവരെല്ലാം കൂടെ ഒഴിഞ്ഞു പോയിട്ട് ഈ ടെൻ്റ് അടിച്ച റെഫ്യൂജിനെ പോലും താമസിക്കാത്തതായി പലയിടത്തും. അവരെല്ലാം വലിയ രാജകീയമായിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. എല്ലാ സെക്യൂരിറ്റിയും തരും ഗവൺമെൻറ് അവരുടെ കൂടെ ഇട്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള പല ഹിന്ദുക്കളെ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിച്ചതു. അവരെ മുഴുവൻ സർവീസിലെടുത്തു. അതിന് ആരൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാക്കി അവർക്കെതിരെ കേസെടുത്തു അറസ്റ്റ് ചെയ്തു. അതായത് ശരിക്കും ക്രാക്ക് ഡൗൺ. മുഹമ്മദ് യൂനിസ് അവരുടെ പട്ടാളം അവരുടെ പോലീസ് ശരിക്കും ഭയന്നത്. കാരണം US-8 എന്ന് പറയുന്നത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞ സത്യം എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം ഈ രാജ്യത്ത് ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഇവിടെ കുറച്ച് ബുദ്ധിജീവികൾ ഇന്ത്യയെ താറടിക്കാൻ വേണ്ടി കുറേ ഇൻഡെക്സും രേഖകളോട്ടാക്കും. സന്തോഷത്തിന് ഇത്ര പെർസെൻറ്റേജ് അവിടെ കൂടുതല, മറ്റേതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവിടെ കൂടുതല, അവിടെ പട്ടിണിയില്ല, പരിവട്ടമില്ല, അവിടെ എഡ്യൂക്കേഷൻ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കിട്ടുന്നു. ഇന്ത്യയെക്കാളും നല്ല എഡ്യൂക്കേഷൻ ചുമ്മാ വെറുതെ അടിച്ചു വിടുക. നിങ്ങൾ ബംഗ്ലാദേശിലൊക്കെ ഇന്ത്യക്കാർ വേണം പോകാൻ. അവിടെ പോയി അതിൻ്റെ ഗ്രാമത്തിനും പരിസരത്തൊക്കെ പോവുകയാണെങ്കിൽ മനസ്സിലാകും എന്താണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ അവർക്ക് ബേസിക്കലി ഗാർമെൻറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഈ തുണിത്തരങ്ങളും ടെക്സ്റ്റൈൽസിലും വളരെ ആക്റ്റീവാണ്. ഏകദേശം 11 ബില്യൺ അമേരിക്കയിൽ മാത്രമാണ് തുണിത്തരങ്ങൾ കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇതിന് നടന്നില്ല എങ്കിൽ ഈ സംഭവത്തിൽ പേടിച്ചില്ലെങ്കിൽ അടുത്ത ഇവരുടെ ഈ ഫോറക്സ് സംഭവം അതൊക്കെ ഇതടിക്കും, ടാരിഫ് കൊടുക്കും. 10% 20% ടാരിഫ് കൊടുത്ത് അതുകൂടെ കൂട്ടി. ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞൊരു പവർഫുൾ രാജ്യമാണ്. അവർക്കെന്നെ ഗെയിം ഒന്നും നടക്കില്ല. കാരണം അതേപോലെ തന്നെ US-8 അമേരിക്ക അതിനെപ്പറ്റി ശക്തമായ രീതിയിലാണ് അന്വേഷണം നടന്നത്. പല രാജ്യങ്ങളിൽ US-8 ഒന്നടങ്കമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇപ്പോൾ US-8 പല രാജ്യങ്ങളിൽ ഇൻക്ലൂഡിങ് ബംഗ്ലാദേശിൽ പോലെ ഇപ്പോഴായിരുന്നു ഓരോ റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും പബ്ലിക് ഹെൽത്തിലാണെങ്കിലും അവിടെ സ്കൂളിലാണെങ്കിലും ഇത് എഡ്യൂക്കേഷന് വേണ്ടി ഹെൽത്തിന് വേണ്ടി കുട്ടികളുടെ പോഷകാഹാരത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. പിന്നീട് ഇപ്പോഴും സംഭവങ്ങൾ ഓരോ ഇതായിട്ട് പുറത്ത് വരുന്നത്. ഇതിൻ്റെ വലിയൊരു ശതമാനം അടിച്ചു മാറ്റി അതിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റുന്നത്, അതിൻ്റെ അവിടെ ചെന്നിട്ട് കോൺട്രാക്റ്റിൽ അടിച്ചു മാറ്റുന്നത് അവിടെ വന്ന് ഈ മതഭീകര പ്രവർത്തകനാണ്. WHO പോലുള്ള സംഭവം. അപ്പോൾ അതും അമേരിക്കൻ ഗവൺമെൻറ് ശക്തമായ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇൻസ്പെക്ഷൻ അത് ഓഡിറ്റിങ് ചെയ്യുമെന്ന് പറഞ്ഞു എവിടെയാണ് ആർക്കാണ് ഈ പണം കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റ്സ് ഇതുമായിട്ട് നല്ല ലോഹ്യമാണ്. ഈ പറയുന്ന പോലെ നേരത്തെ ഷെയ്ഖ് ഹസീനയായിട്ട് ഈ പറയുന്ന പോലെയുള്ള ചെക്കിംഗ് ഒന്നും കിട്ടാറുന്നില്ല.
ഷെയ്ഖ് ഹസീനയുടെയും വലിയ പ്രശ്നമാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ആ പവർഫുൾ പോസ്റ്റിൽ ഇരിക്കണം എന്നല്ല, വേറെ ഈ കാര്യമായ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും കൊണ്ടുവരാൻ അവരെ കൊണ്ട് ശ്രമിച്ചില്ല. അതായത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഇസ്ലാമിക ഭീകര പ്രവർത്തനം എല്ലാ തലങ്ങളിൽ ജമാഅത്തി പല രീതിയിലാണ് ഇത് കൂടിയേക്കുന്നത്. അതിൻ്റെ ലക്ഷണമാണ് അവിടെ ആ ഗവൺമെൻറ്റിനെതിരെയുള്ള സമരം പെട്ടെന്ന് അതവിടെ ഹിന്ദുക്കൾക്കെതിരെ, അവിടെ ബലവാക്തിയായ ക്രിസ്ത്യൻസിനെതിരെ ചെയ്യുന്നത്. ഇപ്പോൾ എന്താ സംഭവം? ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, തെരുവുകൾ വളരെ ശാന്തം. അവിടെ ഉണ്ടായ സ്റ്റുഡൻസിനെയൊക്കെ അടിച്ച് ഓടിച്ച് ദൂരെ കളഞ്ഞു. പല സ്കൂളുകൾ തന്നെ അടച്ചങ്ങ് വിട്ടു, സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റിയൊക്കെ. കാരണം മര്യാദയ്ക്കാണ് ഇവിടെ പഠിച്ചത്. കാരണം ഹമാസിന് അനുകൂലമായ ഒരു പ്രൊജക്ടൊക്കെ നടത്തിയത് അവർ. അതൊക്കെ ഇതിനകത്തൂടെ അമേരിക്ക താക്കീത് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഈ രാജ്യത്ത് USAIDs കൊടുക്കുന്ന പല രാജ്യങ്ങളിലും ഹമാസിന് അനുകൂലമായിട്ട് പ്രകടനം നടത്തുന്ന യൂണിവേഴ്സിറ്റികളിൽ ആക്ഷൻ എടുക്കണം. അമേരിക്ക മാത്രമല്ല ആക്ഷൻ എടുത്തിരിക്കുന്നത്. അമേരിക്ക ഏതൊക്കെ രാജ്യത്ത് പണം കൊടുക്കുന്നു ആ രാജ്യങ്ങൾ ആക്ഷൻ എടുക്കണം. ഒരു കാരണവശാലും ഭീകരപ്രവർത്തനം ലോകത്തൊരു രാജ്യം ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം കൊടുക്കുന്ന ബംഗ്ലാദേശിന് ചുരുങ്ങിയ നാശമായി. ഇപ്പോൾ കേരളത്തിലെ സുഡാപ്പികൾക്ക് ഭയങ്കര സന്തോഷമായി കാണാം. അതായത് പിന്നെ അറിയാൻ സാധിച്ചത് ഇന്ത്യൻ ഏകദേശം 1000-ഓളം പേരെയാണെന്ന് കലാപം നടത്തി ഇന്ത്യ ചാടിയവരും ഇന്ത്യ ഗവൺമെൻറ് അങ്ങോട്ട് കടത്തിയത്. അത് അവർക്ക് കൈമാറി. അതായത് ഇന്ത്യയിൽ ക്രാക്ക് ഡൗൺ നടക്കുകയാണ് ബംഗ്ലാദേശികൾക്കെതിരെ. പല സ്റ്റേറ്റുകളിലും പോലീസ് പല ചെക്കിങ് നടത്തുകയാണ് പലയിടത്തും. കേരളത്തിലെ ഒരു ഭാഗത്തൊക്കെ നടന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഈ ബംഗ്ലാദേശിക്ക് റെയ്ഡ് നടക്കുകയാണ് പലയിടത്തും. ആരാണ് ഇവരെ താമസിപ്പിക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് സഹായിക്കുന്നത്, പലയിടത്തു നിന്നും ഇഷ്ടം പോലെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും ഇവർ ഇന്ത്യൻ സിറ്റീസ് ആണെന്ന് പറയും. ഇവർ മുഴുവനും ബംഗ്ലാദേശികളായത്. പലയിടത്തും പല ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു. പലരും ഇന്ത്യയെ വന്നവർ കല്യാണം കഴിച്ചിട്ട് വരുന്നുണ്ട് പല ആൾക്കാർ. അതിന് 1-2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിലോട്ടാണ് ഇത്ര അനധികൃതമായ കുടിയേറ്റം ഇന്ത്യയിലോട്ടൊട്ടായത്. ഉറപ്പായിട്ട് ഇതുമായിട്ട് എനിക്ക് ഗവൺമെൻറ്റുകൾക്ക് 1% പോലും യോജിക്കാൻ പറ്റില്ല. അവരെ സഹായിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ആൾക്കാർ 2 കോടിയിലധികം ഉണ്ട് ഇന്ത്യയിൽ. പുതിയ കണക്കുകളൊക്കെ വരാതെ, കാരണം പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ പല ആൾക്കാരും ചോദിക്കാൻ തുടങ്ങി. അപ്പം അൺഒഫീഷ്യലി ഗവൺമെൻറ് പറഞ്ഞാൽ 2 കോടിയിലും മുകളിലുണ്ട്. പക്ഷേ എല്ലാവരെയും കൂടെ എങ്ങനെ തിരിച്ചയക്കുന്നുള്ള ചോദ്യമാണ്. പക്ഷേ എങ്ങനെയാണെങ്കിലും ഗവൺമെൻറ് ഇതിൻ്റെ തീരുമാനം എടുക്കാം. കാരണം ബോർഡർ മുഴുവൻ ഫെൻസിങ്ങിലിട്ട ഒരു കാരണവശാലും ഇത് തെറ്റിക്കുന്ന BSFിൻ്റെയോ മറ്റേതെങ്കിലും ഏജൻസി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയായിരുന്നു. കാരണം ഹൈലി കറപ്റ്റാണ്. ഇപ്പോഴാണ് ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ഈ കലാപം നടന്നപ്പോഴാണ് സ്ട്രിക്റ്റ് ആയത്. കാരണം ആൾക്കാരിക്കരെ വെറുതെ കയറുവാണ്. നിങ്ങളിപ്പോൾ കൽക്കട്ട പോയി കഴിക്കുന്നത് നിങ്ങൾക്ക് റോഡിൽ കയറി ബംഗ്ലാദേശിലൊക്കെ ഇതിൻ്റെ 100% ഇല്ലീഗലായിട്ട് വന്നവരാണ്. ഇവർ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കേരളം മറ്റുള്ള സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. ഏതായാലും ഒരു കാര്യത്തിൽ ട്രംപിനെ അഭിനന്ദിക്കുന്നു. അതായത് ഇത്രയും കലാപം നടത്തുന്ന ഇന്ത്യക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയുടെ അയൽ രാജ്യമാണ്, ഇന്ത്യയുടെ നല്ല റിലേഷൻഷിപ്പൊക്കെ. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ബൈഡനോട് വളരെ വളരെ താഴ്ന്നു പറഞ്ഞാണ് ഈ പറയുന്ന ബംഗ്ലാദേശിനെ ബാൻ ചെയ്യുക. അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു, അവിടെ ഫെസിലിറ്റേറ്റ് കൊടുക്കുക. പക്ഷേ ട്രംപ് വന്ന് നടപടിയെടുത്തു. എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിട്ട് ആദ്യം USAID സഹായി മരയെത്തിച്ചു 3 മാസത്തേക്ക്. പിന്നീട് താക്കീതും കൊടുത്തു, ടൈം വരും ആക്ഷൻ എടുത്തിരിക്കണം, ഇന്ത്യയുമായിട്ട് യോജിച്ചു പോകണം. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഡിപ്ലോമാറ്റ്സുകളിൽ ഇന്ത്യയുമായിട്ട് എങ്ങനെ സഹകരിച്ചു പോകണതിനെപ്പറ്റി പുതിയ രീതിയിലുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരു പോലീസിൻ്റെ റോൾ തന്നെ കളിക്കണം. അതായത് ഈ മേഖലയിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയാണ് ഒരു അപ്പർ ഹാൻഡ് എന്ന രീതിയിൽ തന്നെ ഇന്ത്യ ഇവിടെ പ്രവർത്തിക്കണം. എങ്ങനെയാണ് ട്രംപ് പ്രവർത്തിക്കുന്ന രീതിയിൽ ഈ പറയുന്ന അനധികൃതമായിട്ട് ഇന്ത്യയിൽ വരുന്നവർക്ക് ഇതിൽ നടപടി മാത്രമല്ല തിരിച്ചയക്കുകയും ചെയ്യണം. അതുപോലെ ബംഗ്ലാദേശിലുള്ള പല ഹിന്ദുക്കളായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ അവർ ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് വന്ന് പലരെയും പിടിച്ചകത്തിട്ടു. എനിക്കറിയാവുന്ന 1-2 പേരുണ്ട്. കാരണം ഇവർക്കെല്ലാം ഈ ബംഗാളുമായിട്ടാണ് ബിസിനസ്, അറിയാം, ബോർഡറായിട്ട്, അത് കൽക്കട്ടയായിട്ട്. അപ്പം അവിടെയുള്ള കൽക്കട്ടയിലുള്ള ജേർണലിസ്റ്റുകൾ തന്നെ പരിചയപ്പെടുന്ന 1-2 അവരെ പിടിച്ചകത്തിട്ട് പോവാണ്. അവർ മുഴുവൻ റിലീസ് ചെയ്യുന്നു. അതുപോലെ പല ഹിന്ദുക്കളായ ബിസിനസ്സുകാരുടെ പല ഷോപ്പുകളും അവർ ചില ബിസിനസ് സ്ഥാപനങ്ങളിൽ അടച്ചിട്ടേക്കും. അതെല്ലാം തുറന്ന് അതിനനുകൂലമായിട്ട്. കാരണം ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ പറയും, ലോകത്തിലെ എവിടെ ഹിന്ദുക്കളുണ്ടെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമേ ഉള്ളൂ.
ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടാൽ മാത്രമേ അമേരിക്ക ആണെങ്കിൽ മറ്റുള്ള രാജ്യത്ത് ഇടപെടുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ലോകത്ത് ഹിന്ദു കമ്മ്യൂണിറ്റിയോടൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വംശീയ രീതിയിലും ജാതീയ രീതിയിലും മത രീതിയിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അത് ശക്തമായ രീതിക്ക് ഇടപെടണം. കാരണം ബംഗ്ലാദേശിൻ്റെ കാര്യം നമ്മൾ മുമ്പിലുള്ള അവിടെയുള്ള പല മാർവാഡീസും പല ബംഗാളികളായിട്ട് ഹിന്ദുസും അവർക്ക് ബിസിനസ് വലിയ ബിസിനസ് സ്ഥാപനം നടത്തുന്ന കക്ഷികൾ അതൊക്കെ അടപ്പിച്ചു. പല കേസുകളും കള്ളക്കേസുകളൊക്കെ ലഭിച്ച്. ഇതിനെതിരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശക്തമായ രീതിയിൽ ബംഗ്ലാദേശ് ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുക. കാരണം അവൻ്റെ മതത്തിൻ്റെ പേരും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെ നടപടി ഉണ്ടാക്കണം. അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ ഖത്തറാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പണം കൊടുത്ത് സഹായിക്കുക, അവിടുത്തെ ഹിന്ദുക്കളെ അടിച്ചോടിക്കാൻ വേണ്ടി അവിടുത്തെ ക്രിസ്ത്യൻസിനെ അടിച്ചോടിക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഖത്തറിനെതിരെ നടപടിയെടുക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെടണം. ഖത്തറിനെതിരെ നടപടിയെടുക്കാൻ ബംഗ്ലാദേശി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം. ഇവിടെ നിന്നാണ് ഈ പണം തരുന്നത്. ആരാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ ആൾക്കാരാണ് സ്ഥിരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമിലുള്ളവർക്ക് പണം കിട്ടുന്നത്? ഇതിനെപ്പറ്റി ശക്തമായ അന്വേഷണം ഇന്ത്യ ഇന്റേണലി നടത്തണം. ഇത് കൃത്യമായ രീതിയിൽ പല ഫോറനിൽ ഉന്നയിക്കാം. അങ്ങനെ സമാധാനമില്ലാതെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ക്യാമ്പയിൻ ചെയ്ത് അവരെ അടിച്ചോടിച്ച് വീടുകളിൽ നിന്ന് ഓടിക്കുന്ന രീതിയിൽ ഇനി ഉണ്ടാകാൻ പാടില്ല ബംഗ്ലാദേശിൽ. അതേ രീതിയിലുള്ള താക്കീതായിരിക്കണം ഇന്ത്യ കൊടുക്കുക. കാരണം അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ രീതിയിൽ താക്കീത് കൊടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനതൊരു പാഠം മാറും.